നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ജലം, ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന ജലം സ്ഥലം MLA കൂടിയായ അബ്ദുൽ ഖാദറിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി റോഡിൽ തുറന്നുവിട്ട വിഷയം സംബന്ധിച്ച് ഇന്ന് നിയമസഭയിൽ വൻ വാക് പോരാട്ടമായിരുന്നു. ഈശ്വരനെ നിലനിർത്തി ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾ ഇനിയും നശിച്ചിട്ടില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തണം, പ്രതികരിക്കണം. അതിനു വേണ്ടിയിട്ട് അബ്ദുൽ ഖാദറിൻ്റെ വീട് വളഞ്ഞ് ഉപരോധം സംഘടിപ്പിക്കണമെന്നാണ് ആചാരാനുഷ്ഠാന സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ചെയർമാൻ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം. അതിനോട് യോജിക്കുന്ന, ഇന്നും നശിച്ചിട്ടില്ലാത്ത സാംസ്കാരികത ഉയർത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു കേരളത്തിലുണ്ടെങ്കിൽ കൃത്യമായും അതിനുള്ള നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായിട്ട് സ്പീക്കർക്കും, നിയമസഭാ സ്പീക്കർക്കും കേരള സംസ്ഥാന ഗവർണർക്കും പരാതി കൊടുത്ത് ഈ അബ്ദുൽ ഖാദറിനെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നത് വരെ 24 മണിക്കൂർ വേണ്ട, അതിനുള്ളിൽ അറസ്റ്റ് ചെയ്യും. ഈ തരത്തിൽ ഹിന്ദുക്കൾ പ്രതികരിച്ചാൽ, നമ്മുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഈ തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതികരിച്ചാൽ വെറും പട്ടിക്ക് സമമാക്കി മാറ്റിക്കൊണ്ട് ഹൈന്ദവീയ വിശ്വാസങ്ങളെ ചവിട്ടിയരയ്ക്കാനുള്ള ശ്രമം ശക്തമായിട്ട് എതിർക്കേണ്ട സാഹചര്യമാണ്. പിന്നോട്ട് പോകരുത്. അവസാനം ഗതിയില്ലാത്ത അനാഥ പ്രേതങ്ങളെപ്പോലെ അലയേണ്ടി വരും ഇവിടുത്തെ ഹിന്ദുക്കൾക്കെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി ഈ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളെയും അറിയിക്കും. അതിലെത്തിച്ചേരാൻ തയ്യാറുള്ള, അതിൽ പങ്കാളിയാകാൻ തയ്യാറുള്ള എല്ലാ ഹിന്ദുക്കളും അതിനോടൊത്ത് സജ്ജരാകണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.